ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഒരു കയ്യിൽ ഫയലും മറുതോളിൽ ബാഗും ഇട്ടുകൊണ്ട് ഓടുകയാണ് ശിവാംശി എന്ന ശിവ. ഇന്നും നേരം വൈകി. ഇനി ആ സാറിന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ തളർത്താൻ നോക്കുന്ന വെയിലിനെ പോലും വകവെക്കാതെ അവൾ വേഗത്തിൽ നടന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു 20 മിനിറ്റ് ഉള്ളിലേക്ക് നടന്നാലേ കോളേജിൽ എത്തൂ. ആർക്കെങ്കിലും ഇതിലൂടെ ഒരു ബസ് ഇട്ടൂടെ? കോളേജ് ആണെങ്കിൽ ഉള്ളിൽ കൊണ്ടുപോയി പണിയുകയും ചെയ്യും. ആരെയൊക്കെയോ പ്രാഗി പോകുന്നതിനിടയിലാണ് ഒരു ഓട്ടോ വന്ന് അടുത്തു നിന്നത്. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ഒന്ന് പിന്നിലേക്ക് വേച്ചുപോയി. ദേഷ്യത്തോടെ 2 വർത്തമാനം പറയാൻ ഓട്ടോക്കാരനെ നോക്കിയെങ്കിലും ആ മുഖം കണ്ടപ്പോൾ തന്നെ എല്ലാം മറന്നുപോയിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും കട്ടിമീശയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. കട്ട താടി അല്ലെങ്കിലും ചെറുതായി വളർന്ന അവ അവന്റെ മുഖത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു. മെറൂൺ കളർ ഷർട്ടും അതിനു മുകളിലായി കാക്കി യൂണിഫോമും വെള്ള മുണ്ടുമാണ് വേഷം. കോളേജിലേക്കായിരിക്കും അല്ലേ? കേറിക്കോ. ഇല്ല, പൈസ. അറിയാതെ തന്നെ നാവിൽ നിന്നും സത്യം പുറത്തു വന്നിരുന്നു. പൈസ ഒന്നും വേണ്ടടോ, ഞാനും അങ്ങോട്ടാ, കാലി അടിച്ചു പോകണ്ടല്ലോ. ആദ്യം ഒരു ചെറിയ മടി തോന്നിയെങ്കിലും സാറിന്റെ ചീത്തയുടെ അവസ്ഥാന്തരങ്ങൾ ഓർത്തപ്പോൾ അറിയാതെ കയറിപ്പോയി. പോകുന്ന വഴിയിൽ അവനോ അവളോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ണാടിയിലൂടെ തന്നെ തേടി വരുന്നത് അറിഞ്ഞിട്ടും അറിഞ്ഞതായി ഭാവിച്ചില്ല. കോളേജ് ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവൾ ഇറങ്ങി ഓടിയിരുന്നു. ക്ലാസ്സിൽ ഇരുന്നിട്ട് അവൾക്ക് ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. ഛെ, എന്നാലും ഞാൻ എന്ത് പണിയാ കാണിച്ച്? ഒരു സഹായം ചെയ്തിട്ട് നന്ദി പോലും പറഞ്ഞില്ലല്ലോ. എന്തിനാ കോളേജിലേക്ക് വന്നതെന്ന് പോലും ചോദിച്ചില്ല. ഇവിടെ പഠിക്കുന്നതായിരിക്കുമോ അതോ ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാവുമോ? ഇന്റർവെല്ലിന് ബെല്ലടിച്ചപ്പോൾ ആദ്യം ഓടിയത് ഗേറ്റിന്റെ അടുത്തേക്കാണ്. കൂട്ടുകാരികളൊക്കെ കാര്യം അന്വേഷിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് 5 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഓട്ടം തുടങ്ങിയിരുന്നു. അമ്മയ്ക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം സഹായിക്കാൻ നിൽക്കും. അച്ഛന് 7 മണി ആവുമ്പോഴേക്കും പോകേണ്ടത് കൊണ്ട് നേരത്തെ ചോറും കറിയും ഒക്കെ വെക്കണം. പലഹാരം ഇവിടെ ആർക്കും നിർബന്ധമില്ലാത്തത് കൊണ്ട് ആ പണി വേറെ ഇല്ല. അത് കഴിഞ്ഞ് റെഡിയായി 6:30 ട്യൂഷൻ എടുക്കാൻ പോകണം. താൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ചേച്ചി കല്യാണം കഴിഞ്ഞ് ട്യൂഷൻ നിർത്തിയപ്പോൾ തന്നോട് എടുത്തോളാൻ പറഞ്ഞതാണ്. അങ്ങനെ ഡിഗ്രിക്ക് ചേരുന്നതിനൊപ്പം ഇതും തുടങ്ങി. ട്യൂഷൻ കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് ഓടണം. അത് കഴിഞ്ഞ് വന്നാൽ വീണ്ടും ട്യൂഷൻ കാണും. ഓട്ടപ്പാച്ചിലായിരുന്നുവെങ്കിലും ആ ചേച്ചി പറഞ്ഞത് ഒരു സഹായമായാണ് തോന്നിയത്. എത്ര കാലമായി അച്ഛൻ തനിയെ ഈ വീടിന്റെ ദാരിദ്ര്യത്തിന്റെ ചക്രം ഓട്ടാൻ തുടങ്ങിയിട്ട്. തനിക്കും അതിലേക്ക് ഒരു പങ്കു കൊടുക്കാനായാൽ അതൊരു സഹായമായിരിക്കും. ഒരു നിമിഷം പോലും പാഴാക്കാതെ ടൈം ടേബിൾ അനുസരിച്ച് ഓടുന്നതിനിടയിൽ മനസ്സിൽ ഇപ്പോൾ അവനും വന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നന്ദി പറയാത്തതിൽ ഉള്ള കുറ്റബോധമാവാം. ഒരു ദിവസം വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് പോകുന്നതിനിടയിലാണ് ഒരു ഓട്ടോയുടെ ശബ്ദം പിന്നിലായി കേട്ടത്. അവനെയാണ് ഓർമ്മ വന്നത്. അവനായിരിക്കുമോ? ഏയ്, അവൻ എങ്ങനെ ഇവിടെ വരാനാണ്? തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ ഓട്ടോ അരികത്ത് വന്ന് നിർത്തിയിരുന്നു. അറിയോ ടീച്ചറെ? അത്ഭുതം കൊണ്ട് ഒന്നും പുറത്തു വന്നില്ല. ആ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നുപോയി. അന്ന് ചെയ്തതിന് നന്ദി പറയണമെന്നുള്ളതൊക്കെ മറന്നുപോയിരുന്നു ആ സമയത്ത്. ഒരു ഉപകാരം ചെയ്യുമോ? അവന്റെ ശബ്ദമാണ് ആ കണ്ണുകളിൽ കുടുങ്ങിക്കിടന്ന എന്നെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനും അവിടെ ചേരാൻ വന്നതാണ്, പ്രൈവറ്റ് ആയിട്ട്. റെഗുലറായി പോകാൻ പറ്റില്ല, വേറെ ഒരുപാട് ജോലിയുണ്ടേ. എനിക്കും ഒരു ട്യൂഷൻ എടുത്തു തരാൻ പറ്റുമോ ക്ലാസ്സിൽ എടുക്കാത്തത്? ഞാൻ അവിടെ ചേരാൻ വന്നതാണ്, പ്രൈവറ്റ് ആയിട്ട്. റെഗുലറായി പോകാൻ പറ്റില്ല, വേറെ ഒരുപാട് ജോലിയുണ്ടേ. എനിക്കും ഒരു ട്യൂഷൻ എടുത്തു തരാൻ പറ്റുമോ ക്ലാസ്സിൽ എടുക്കണത്? ചിരിച്ചുകൊണ്ടാണ് അവന്റെ സംസാരം മുഴുവൻ. അത് കേൾക്കാൻ തന്നെ പ്രത്യേക രസമായിരുന്നു. ശിവ! ഒരു വിളി കേട്ട് ഞാനും അവനും അങ്ങോട്ടേക്ക് നോക്കി. തന്നെയല്ല, എന്നെയാ. ഇരുട്ട് വീഴാറായില്ലേ ടീച്ചറെ, നടന്നു. ഒരു പുഞ്ചിരിയോടെ നടന്നു നീങ്ങിയപ്പോൾ അവൻ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. അതെ, നാളെ വൈകുന്നേരം ഞാനും കാണുമേ ട്യൂഷന്. തിരിഞ്ഞു നോക്കാതെ ഒരു പുഞ്ചിരിയോടെ തന്നെ നടന്നു. പിന്നീട് അങ്ങോട്ട് എന്നും അവൻ ട്യൂഷന് വന്നിരുന്നു. ഇടയ്ക്കൊക്കെ തിരക്കാവുമ്പോൾ രാവിലെ വരും. ശിവദത്ത് +2 കഴിഞ്ഞ് അപ്രതീക്ഷിതമായി അച്ഛൻ മരിച്ചപ്പോൾ ചുമലിൽ ഏറ്റേണ്ടി വന്നതാണ് അവന് ആ പല ഭാരങ്ങളും. അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നത് കൊണ്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ പണി തന്നെ അവനും തുടർന്നു. അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് അപകടം സംഭവിച്ചതാണ്. അച്ഛൻ അവരെ വിട്ടുപോയപ്പോൾ അമ്മയെ തിരിച്ചു കിട്ടിയത് ഒരു കാൽ ഇല്ലാതാണ്. കെട്ടിക്കാൻ പ്രായമായ ഒരു ചേച്ചിയും. ഏതു തരത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴും ചിരിച്ചല്ലാതെ ഞാൻ അവനെ കണ്ടിട്ടില്ല, ഒരിക്കൽ ഒഴിച്ച്. എന്ത് പ്രശ്നത്തിനും അവന്റെ കയ്യിൽ പരിഹാരമുണ്ടായിരുന്നു.
ചിലപ്പോൾ രാത്രി ഒരുപാട് നേരം ഓട്ടോ ഓടിച്ചു വന്ന് രാവിലെ പഠിക്കുന്നതിനിടയിൽ ഉറക്കം തൂങ്ങി എൻ്റെ തോളിലേക്ക് അറിയാതെ അവൻ വീഴുമ്പോൾ തലയ്ക്കൊരു കൊട്ടു കൊടുത്തു ദേഷ്യത്തോടെ നോക്കും. എൻ്റെ ദേഷ്യത്തിന്റെ അർത്ഥം ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെടുന്നതിനാണെന്ന് മനസ്സിലായത് കൊണ്ടാ എന്തോ അവൻ രണ്ട് കണ്ണും അടച്ച് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും എൻ്റെ തോളിലേക്ക് തന്നെ ചാരും. ചിലപ്പോൾ എല്ലാം ഒരു ചിരിയോടെ ഞാനും അതിനനുവദിക്കുമായിരുന്നു. ഒരിക്കൽ 3-4 ദിവസം അടുപ്പിച്ച് അവൻ ട്യൂഷന് വന്നില്ല. തിരക്ക് കാരണമായിരിക്കുമെന്ന് കരുതി ആദ്യം സമാധാനിച്ചു. എങ്കിലും മനസ്സിൽ ഒരു വിഷമമോ ടെൻഷനോ ഉണ്ടായിരുന്നു. 4 ദിവസത്തിന് ശേഷം അവൻ വന്നു. കണ്ണിലെ ആ പഴയ തിളക്കമോ ചുണ്ടിലെ ആ മായാത്ത പുഞ്ചിരിയോ ഇല്ലാതെ. അവന് വേണ്ടി മാത്രമായിരുന്നു രാവിലെ 6 മണിക്ക് തന്നെ വന്നിരുന്നത്. മറ്റാരും ആ സമയത്ത് ട്യൂഷൻ ഇല്ലായിരുന്നു. ക്ലാസ് എടുത്തു തുടങ്ങിയിട്ടും അവന്റെ ശ്രദ്ധ ബുക്കിലായിരുന്നില്ല, മറ്റെങ്ങോ ആയിരുന്നു. ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ ഒരു തല്ലു കൊടുത്തപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അയ്യോ, എന്താ പറ്റിയേ? അവന്റെ കരച്ചിൽ നെഞ്ചിൽ വന്ന് കൊണ്ടു മുറിയുന്നുണ്ടായിരുന്നു. അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു പിടച്ചിലോടെ വേഗം മുഖം പിടിച്ചുയർത്തി കാര്യം ചോദിച്ചു. അവന്റെ പെങ്ങൾ ആരുടെയോ കൂടെ ഒളിച്ചോടി. അമ്മയ്ക്ക് അത് കേട്ട് നെഞ്ചുവേദന വന്നതാണ്. അച്ഛൻ്റെ അടുത്തേക്ക് അവരും പോയി. ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടണേ, ജീവിക്കണേ? എനിക്ക് ആരുമില്ല ഇനി. ഒന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സങ്കടങ്ങളെല്ലാം എൻ്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി. പിന്നീട് അങ്ങോട്ട് ആരും അറിയാതെ ആരോടും പറയാതെ അവന്റെ സങ്കടങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത് ഈ ഇടനെഞ്ചിലേക്ക് തന്നെയായിരുന്നു. ഇന്ന് അവന്റെ നെഞ്ചിൽ ചാരിയിരുന്നു ഞങ്ങളുടെ 6 വയസ്സുകാരി കുറുമ്പിക്ക് ഞങ്ങളുടെ പ്രണയകഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനും പറയാനുണ്ടായിരുന്നു. കോളേജിലേക്ക് സമയമില്ലാതെ ഓടിപ്പാഞ്ഞു പോയിരുന്ന ഒരു പാവാടക്കാരി. അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞ കഥ. പിന്നെ അവളെ കാണാൻ മാത്രം ട്യൂഷന് പോയ കഥ. ട്യൂഷന് കഴിഞ്ഞ് ഇരുട്ട് വീണ് നടന്നു പോകുന്ന അവൾക്ക് അവൾ അറിയാതെ കാവൽ പോയ കഥ. അതൊക്കെ കേൾക്കുമ്പോൾ ആ നെഞ്ചിൽ ഒരു കുത്തു കൊടുക്കും. അവൻ ആ തിളങ്ങുന്ന കണ്ണുകൾ ചിമ്മി ചിരിച്ചു കാണിക്കും. അപ്പോ അച്ഛൻ അമ്മയുടെ ആരായിരുന്നു? അമ്മയുടെ മാത്രം ശിവ. അപ്പോ അമ്മ അച്ഛൻ്റെയോ? എൻ്റെ മാത്രം നുണക്കുഴിക്കാരി ടീച്ചർ, എൻ്റെ സ്വത്ത്. മുൻനിരയിലെ പല്ലിലെ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് അവളും ഞങ്ങളുടെ ദേഹത്തേക്ക് വീണ് പറ്റിപ്പിടിച്ചു കിടന്നു. ഒരിക്കൽ പോലും ഞങ്ങൾ പരസ്പരം വാക്കുകളിലൂടെ പ്രണയം പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ അവൻ്റെ ആണെന്നും അവൻ എൻ്റെ ആണെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. പ്രണയിക്കുന്നവർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു അദൃശ്യമായ അടുപ്പം, അതായിരിക്കാം പ്രണയം.